യൂട്യൂബാണിത്. യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? നമ്മുടെ മനസ്സിലേക്കല്ല, യൂട്യൂബിന് അത്യാവശ്യം വേണ്ട ഒന്നാണെന്ത്? തമ്പനെയിൽ. നമ്മൾ തമ്പനെയിൽ എ ബുക്ക് വി ഷുഡ് നോട്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുമെങ്കിലും ബുക്കിൻ്റെ കവർ നോക്കി കഴിഞ്ഞാൽ ഇതിൽ പ്രസക്തിയുള്ള പോലെ ഇതിലെന്താണ് കാണിക്കുന്നതെന്ന് അറിയാൻ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആവശ്യമാണ്. അതാണ് അതിൻ്റെ തമ്പ് നെയിൽ അഥവാ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ വേണം. ആ ഫോട്ടോ ഉണ്ട്. അപ്പോൾ മൈൻഡ് സെറ്റ് മാറിയാലെല്ലാം മാറും. ഇങ്ങനെ ഫോട്ടോ ഉണ്ടായിരിക്കും, പിന്നെ അത് ഇങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ വീഡിയോയും വരും. അപ്പോൾ പറഞ്ഞു വന്നാൽ എന്താണ്, നമുക്കൊരു ഫോട്ടോ വേണം നമ്മുടെ വീഡിയോയ്ക്ക്. നമ്മുടെ വീഡിയോ ഇവിടെ, ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ അതിന് കണ്ട ഇപ്പം ഇതേപോലത്തെ ഒരു സാധനം പണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഫോട്ടോ നമുക്ക് വേണം. അത് ശരിക്കും അതിന് ഡയമെൻഷനൊക്കെ ഉണ്ട്. അതിന് 120, 1200, 1280 ഫുൾ HD സൈസിലൊക്കെ വേണം അത് തമ്പനെയിൽ. കണ്ടില്ലേ? അതിൻ്റെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് പണി കാണാം. അത്ര വലുത്, പരമാവധി വലുത്. എത്രൻ്റെ സൈസ്? ഇമേജ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ പോരെ. ഡൗൺലോഡ്സോടെ ഡൗൺലോഡ്സ് എവിടേക്ക് ഡൗൺലോഡ് ആയത്? ഇമേജ് ഡൗൺലോഡ് ആയില്ലേ? അപ്പോൾ ഇതിലാവട്ടെ. അപ്പോൾ നമുക്കൊരു വലിയൊരു ഇത് വേണം, അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. എന്ത്, അതിന് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ഞാൻ പണ്ട് ചിലപ്പോൾ മൈ പ്രൊജക്ട്സിൽ നോക്കി നോക്കാൻ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ. തമ്പനെയിൽ മേക്കർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. തമ്പനെയിൽ ഫോർ യൂട്യൂബ് 2 ഉണ്ടാക്കിയിട്ടുണ്ട്. തമ്പനെയിൽ യൂട്യൂബ് 2024 അത് ബിൽഡ് ലിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് ഫയൽ അവിടെ, ഇത് ബിൽഡ് ഫയൽ. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് ഫയൽ അടിച്ചു പോയോ? വർക്ക് ചെയ്യോ ഇത്? തമ്പനെയിൽ ഫോർ യൂട്യൂബ് വാലിബൻ. വാലിബൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു തമ്പനെയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇത് കംപ്ലീറ്റ് അല്ല എന്ന് തോന്നുന്നു. ഇവിടെ ബട്ടണൊന്നും ആയിട്ടില്ലല്ലോ. ഇത് പോരാ, ഇനി വേറെ തമ്പനെയിൽ ലെറ്റർ. അത് ഓക്കെ, തമ്പനെയിൽ ഇട്ടു. ഇത് വെച്ചിട്ട് ഒരു ജേസൺ ഫയലിൽ കുറച്ച് കണ്ടൻറ്റ് കൊടുത്തിട്ട് ജേസൺ ഫയലിട്ടാണ് അത് സേവ് ആവുക. അതിൻ്റെ പ്രോപ്പർട്ടീസ്. പിന്നെ ഫോണ്ടുകളാണ് ഇതിൽ. ലാറ്റോ ഫോണ്ട് ഉപയോഗിച്ചിട്ട് test1.json.c. അപ്പോൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ തമ്പനെയിൽ യൂട്യൂബ് എന്നാണ് അതിൻ്റെ പേര്. യെസ്, പണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കുസൃതിയാണത്. ഇത് കണ്ട ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. വാവ്, എന്നിട്ടുണ്ടാ. ഇനി എൻ്റെ ഒരു ഫോട്ടോ വയ്ക്കണമല്ലോ അവിടെ. ഇതിങ്ങനെ ബട്ടണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ല എന്ന്. ഫയൽ സേവ് എന്ന് പറയുമ്പോൾ ഇത് സേവ് ആവുമായിരിക്കും. എവിടേക്ക് സേവ് ആവും? യൂസറിലേക്ക് സേവ് ആവുമോ? ഔട്ട്പുട്ട് അവിടേക്ക് സേവ് ആവുക? അത് ഞാൻ നോക്കണം, മറന്നുപോയി. ഇത് ടെക്സ്റ്റ് ഫയൽ സേവ് ആവും. ഇനി ഓപ്പൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ജേസനാണോ വേണ്ടത് അത് ഓപ്പണായി വരും. കണ്ടില്ലേ? അത് അറേഞ്ച് ചെയ്യാൻ കുറച്ച് മാറ്റർ എൻ്റർ ചെയ്യില്ല, അതിലേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊന്ന് മോഡിഫൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തമ്പനെയിലിൻ്റെ ഒരു ആപ്ലിക്കേഷനായി, തമ്പനെയിൽ ഉണ്ടാക്കാനുള്ള ആപ്ലിക്കേഷൻ. ഇതിനൊന്ന് പൊടി തട്ടിയെടുത്ത് നോക്കാം. പൊടി ഇപ്പോൾ തൊട്ടണോ അതോ തുറന്നു നോക്കണം? തുറന്നു നോക്കാം എന്താ അതിൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇനി ഒരു തമ്പനെയിൽ യൂട്യൂബ്. ഇതിൽ അതിന് ലൈബ്രറീസിലൊരു എറർ പറയുന്നുണ്ട്. അത് മിക്കവാറും 11 പണ്ട് ഞാൻ ഉണ്ടാക്കിയത്. 11 വേണ്ട, നമുക്ക് 8 മതി. പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ DCVM കൊടുക്കാം. ഇപ്പോൾ ഹോട്ട് റീലോടൊക്കെ വരും. അല്ലെങ്കിൽ നമുക്കൊന്ന് വീണ്ടും പ്ലേ ചെയ്യേണ്ടി വരുന്നു, കമ്പൈൽ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടിയും നമുക്ക് താങ്ങില്ല. ക്ലോസ് ഓൾ, സേവ്. ഇത് മാത്രം നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇതിൻ്റെ സോഴ്സ് ഫയൽ ഇതാണ്. കുറേ അന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെയോ. വണ്ടർഫുൾ. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. ഇതെൻ്റെ തല എന്ന് പറയുന്നുണ്ട്. ഇത് ഇമേജ് ആണല്ലേ? ഓക്കെ, ഈ ഇമേജ് ഇതെന്തൊക്കെയാണ് കാണുന്നത്? ഇതിങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം? ഇതൊരു സാമ്പിളാണോ? ഇത് വെറുതെ വെച്ചിട്ട് കാര്യമില്ല. ഒന്ന് വെറുതെ ഉണ്ടാക്കിയതാണ്. വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. നമുക്കപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കാം. ഇതിപ്പോൾ എന്താ സംഭവം? ഇത്
ആ ഫോട്ടോസൊക്കെ ഉണ്ട്, സാമ്പിളിന് വേണ്ടി വെച്ചതാണ്. ഇതൊക്കെ നീക്കാം, കുറച്ച് ഒബ്ജക്ട്സ് വേണമെങ്കിൽ നീക്കി വയ്ക്കാം. മാത്രമോ അത് ഫോണ്ട് കറക്റ്റ് അല്ലാണ്ടാണ്. അപ്പം ഇതിൽ പണിയേണ്ടി വരും കുറച്ച്. എന്ത് ചെയ്യണ്ടേ, പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലേക്ക് ചെയ്യാൻ സമയമില്ല. ആൾക്കാർ നമുക്കൊരു എന്ത് ചെയ്യാം, നമുക്കൊരു ഡ്രോ എടുക്കാം. ഡ്രോ ഒരെണ്ണോട് തുറക്കുക, എന്നിട്ടത് ലാൻഡ്സ്കേപ്പിൽ അങ്ങോട്ട് ഇടുക. ഇതിലേക്ക് വെക്കുന്നതെല്ലാം അങ്ങോട്ട് വരുമെന്ന് വിചാരിക്കുക. ഒരു ടെക്സ്റ്റ് എടുക്കുക, അവിടെ ഇതാ നല്ല ഫോണ്ട് വർക്ക് ഒരെണ്ണം എടുക്കുക, നല്ല ഭംഗിയുള്ളൊരു ഫോണ്ട് വർക്ക്. ഇതന്നെ ആയിക്കോട്ടെ, എന്താണെന്ന് അറിയില്ല, ഇരിക്കട്ടെ. മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം. വെസ്റ്ററിന് പകരം മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ഇതിൽ എനിക്കത്ര പോരാ. അതുകൊണ്ട് നമ്മളൊരു മലയാളം കീബോർഡ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്? ഹൈ ഞാൻ ഓൾറെഡി അത് ടൈപ്പ് ചെയ്യാൻ നിൽക്കണ്ട, നോം ടൈപ്പ് ചെയ്തിരിക്കുന്നു. ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ കാണിച്ചു തരാം. എന്താണ് ഗ ഈ ഗ ഉണ്ട് അങ്ങനെ. പിന്നെ പാരാമീറ്റേഴ്സൊക്കെ ഇല്ലേ കുറച്ച്. അപ്പോൾ ഒരു സംഭവം കിട്ടിയിരിക്കുന്നു. ഇനിയൊരു ഇമേജ് വയ്ക്കുക, അങ്ങനെ വെച്ചിട്ട് നോം കാണിച്ചു തരാം ഇതിൻ്റെ ഔട്ട്പുട്ട്.